ഗൈസ്, അപ്പോൾ വെൽക്കം ടു ടെലുലു ടേപ്സ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ പിന്നെയും ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ജർമ്മൻ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ആദ്യം കടയിൽ പോയിട്ട് സാധനം മേടിക്കാം. അപ്പോൾ കടയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റെപ്പ് പോലെ പിന്നെയും നെറ്റോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റെപ്പ് പോലെ പിന്നെയും ഉന്തുവണ്ടി എടുക്കട്ടെ. ഉന്തുവണ്ടി നെറ്റോ മാർക്കറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ ഞാൻ എന്ത് സാധനം മേടിക്കാൻ പോണേന്ന് സർപ്രൈസ് ആണ്ടാ, ഇപ്പോൾ കാണിക്കൂല. പക്ഷേ ഞാൻ 3 സാധനങ്ങളാണ് മേടിച്ചത്. ഇപ്പോൾ 10 യൂറോയി. 10 യൂറോ എന്ന് പറയുമ്പോൾ 1000 രൂപയായി നാട്ടിലത്തെ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാണാം ഞാൻ എന്താ മേടിച്ചെന്ന്. വീട്ടിൽ ചെന്നിട്ട് കാണിക്കട്ടാ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ അടുക്കളയിലാണ്. അപ്പോൾ പയ്യെ കുക്കിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. തുടങ്ങാം നമുക്ക്. നമ്മളിതാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഫിഷ് ടേപ്ഷൻ, മീൻ വെച്ചിട്ടുള്ളൊരു നമ്മുടെ കട്ട്ലൈറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് ഓയിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ കുറച്ച് പൊട്ടറ്റോ. അപ്പോൾ ഇത് 4 യൂറോ 5 യൂറോ ഒക്കെ ഉള്ളൂ, നെറ്റോയിലൊക്കെ കിട്ടും. കുറച്ച് പൊട്ടറ്റോ വെച്ചിട്ടൊരു സംഭവം കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട അതെനിക്ക്. അപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ കാരണം ഞങ്ങളുടെ എക്സോസ്റ്റ് ഓണായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം റെക്കോർഡിങ് ശരിയായില്ല. ഇപ്പം ഞാൻ കുനിഞ്ഞെന്ന് പറഞ്ഞത് എന്നെ കാണാൻ പറ്റില്ല അത് കാരണം അവിടുത്തെ ടേബിൾ, അതായത് ഞങ്ങളുടെ കിച്ചൻ്റെ ഇതിന് ഹൈറ്റ് കുറവാണ്, ഗ്യാസിൻ്റെ ഇതിന്. അപ്പോൾ ക്യാമറ വെച്ചേക്കണോണ്ട് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഫിഷ് ടേപ്ഷൻ ഞാൻ പുറത്തെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇനി അത് എല്ലാം ആവശ്യത്തിന് ഞാൻ പുറത്തെടുത്ത് ഒരു 5-6 സ്റ്റൂക്കോളം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പുറത്തെടുത്ത് ഇനി ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് മുട്ടയും തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഞാൻ ജസ്റ്റ് ഒരു സലാഡ് പോലെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പീൽ ചെയ്തെടുത്തിട്ട്. അപ്പോൾ കുക്കിങ് തുടങ്ങി. ഞാൻ ഈ പോർഷനൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുകയാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാധാരണ ചെയ്യുന്നവർ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നു, ഓയിലിൽ ഒഴിച്ചിട്ട് ജസ്റ്റായിട്ട് ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് എടുക്കുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് പൊട്ടറ്റോ പുഴുങ്ങാൻ വെച്ചിരുന്നത് അത് പീൽ ചെയ്തെടുക്കണം നമുക്ക്. അത് എന്നിട്ട് സ്മാഷ് ചെയ്തിട്ട് വേണം കുറച്ച് സവാളയും സാൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ്ഡ് പൊട്ടറ്റോ പോലെ എടുക്കണം. അപ്പോൾ ഇത് റെഡിയായി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ. എന്നിട്ട് ഒരു സവാള ആവശ്യത്തിനുണ്ടായിരുന്നു, അപ്പോൾ അത് അരിഞ്ഞെടുത്ത്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം പോകുന്നത്. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുക, കഴിക്കുക, കുറച്ച് നേരം ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ പൊട്ടറ്റോ പീൽ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ, കുറച്ച് സ്മാഷ് ചെയ്ത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനങ്ങനെ ചോറങ്ങനെ കഴിക്കാറില്ല അധികം. ജിമ്മിൽ പോകുന്ന കാരണം ചോറ് ഞാൻ മാക്സിമം ഒഴിവാക്കാണ്. ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പൊട്ടറ്റോ വെച്ചുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ റാപ്പ്, ചപ്പാത്തി പോലത്തെ ഐറ്റംസ്, അങ്ങനത്തെ ഇതൊക്കെയാണ് ഞാൻ, ചിക്കൻ ബ്രസ്റ്റ്, അതൊക്കെയാണ് ഇപ്പോൾ കഴിക്കാറ്. ഇപ്പോൾ സ്മാഷ്ഡ് പൊട്ടറ്റോയിലേക്ക് നമ്മളൊരു ചെറിയ സവാള, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഓയിൽ എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കണം. സംഭവം റെഡി ആയിട്ടുണ്ട്. ഫിഷിൻ്റെ കട്ട്ലേറ്റും അതുപോലെ ഫിഷ് ടേപ്ഷൻ എന്ന് ജർമ്മനി പറയും, അതും സ്മാഷ്ഡ് പൊട്ടറ്റോയും ഇതിൻ്റെ തന്നെ പ്രിപ്പറേഷനാണ്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാം. പിന്നെ ടേസ്റ്റിംഗ് ടൈമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷ് ടേപ്ഷൻ മേടിച്ചിട്ട് ഇതുപോലെ സലാഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചിട്ട് പറയാം. സംഭവം ഇപ്പം റെഡിയായി. ഇനിയപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ഫിഷ്, സൂപ്പർ അടിപൊളി ഫിഷ്. പൊട്ടറ്റോ കഴിച്ചോട്ടെ. പൊട്ടറ്റോ അതും അടിപൊളി. ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് ഞാൻ. ഇതിൻ്റെ സംഭവം ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. പറയാൻ വെറുതെ പറയണല്ല, അടിപൊളി ടേസ്റ്റ്. അത് നിങ്ങളുടെ ഫിഷ് ടേപ്ഷൻ
ഇതിന് മുമ്പ് മേടിച്ചിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് പ്രാവശ്യം ട്രൈ ചെയ്യണം കേട്ടോ. അധികം പൈസ ഇല്ല, 3 യൂറോ 4 യൂറോ ഒക്കെ ഉള്ളൂ. 15 സ്റ്റൂക്ക് ഉണ്ടാവും, 15 എണ്ണം ഉണ്ടാവും ഒരു പാക്കറ്റിൽ. അപ്പം അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ജസ്റ്റ് ഒരു കുക്കിംഗ് കാണിക്കാൻ വേണ്ടി എടുത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് തരുന്നവരെ എല്ലാവർക്കും ബൈ.